നമസ്കാരം എല്ലാവർക്കും സെക്കൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കമന്റ് നിങ്ങൾ നോക്കൂ, ഇതിലെന്താണ് എഴുതിയിട്ടുള്ളത്, എങ്ങനെയാണ് ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്യാന്നാണ്. ഇതിനു മുമ്പ് ഞാൻ കുറേ ഫോട്ടോഷോപ്പിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പലർക്കും ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാറില്ല. കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞത് എങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്യാനാണ്. ഒട്ടുമായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയുന്നത്, മാസങ്ങളായി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫോട്ടോഷോപ്പ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ കുറെ കമന്റ്സ് വന്നതുകൊണ്ട് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് പ്ലീസ് ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ശേഷം ഗെറ്റ് ഇൻ ടു PC എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിനു ശേഷം ഫസ്റ്റത്തെ ലിങ്കായ ഗെറ്റ് ഇൻ ടു PC ഡൗൺലോഡ് ഫ്രീ യുവർ ഡിസൈൻഡ് ആപ്പ് എന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം അതിൽ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ശേഷം അടിയിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. രണ്ടാമത്തേതായ അഡോബ് ഫോട്ടോഷോപ്പ് 2021 ക്ലിക്ക് ചെയ്യുക. അടിയിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അതിൽ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ പാസ്വേഡ് 123 എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ആ ഒരു ഫയൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ഫയൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫയൽ സൈസ് ദിസ് മേ ടേക്ക് സെവറൽ മിനിറ്റ്സ്. എക്സ്ട്രാക്റ്റ് ആയ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീനാണ് ലഭിക്കുക. അതിൽ ഓക്കെ പ്രസ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും, എല്ലാവരും പ്ലീസ് വെയിറ്റ് ചെയ്യുക. ഫുള്ളായതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് ലഭിക്കുക. അതിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ലൊക്കേഷനും പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷും സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇത് ടൈം എടുക്കും, അത് നിങ്ങളുടെ സിസ്റ്റമിൻ്റെ പെർഫോമൻസിനനുസരിച്ചിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനാബിളും ചെയ്യാൻ മറക്കല്ലേ.